Hi all, good evening and welcome back to PsyQuestar. ഇന്നലെ റിസർച്ചിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വളരെ അടിപൊളിയായിട്ട് എടുത്തു അല്ലേ? നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിലെ റിസർച്ച് ഡിസൈൻ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിസർച്ച് ഡിസൈനിൽ എക്സ്പെരിമെന്റൽ ഡിസൈന് എന്തൊക്കെയാണ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ എടുത്തുകൊണ്ടിരുന്നത്. എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ എന്തൊക്കെയുണ്ട്. പിന്നെ 2 ടൈപ്പ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് വരുന്നത്, ബിറ്റ്വീൻ സബ്ജക്റ്റും വിത്തിൻ സബ്ജക്റ്റും. ബിറ്റ്വീൻ സബ്ജക്റ്റിൽ എന്താണ് പറയുന്നത്? ബിറ്റ്വീൻ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ട്രീറ്റ്മെന്റ് മാത്രം, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പിന് ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ബിറ്റ്വീൻ സബ്ജക്ട് എന്ന് പറഞ്ഞാല് നമ്മളൊരു 50 പേരെ 150 പേരെ 3 ഗ്രൂപ്പാക്കി. ഫസ്റ്റ് ഗ്രൂപ്പിൽ 50, സെക്കൻഡ് ഗ്രൂപ്പിലും 50, തേർഡ് ഗ്രൂപ്പിലും 50. ഒരാൾക്ക് ഡിപ്രഷന് CBT കൊടുക്കും, ഒരു കൂട്ടർക്ക് ഡിപ്രഷന് മെഡിസിൻ കൊടുക്കാണ്, ഒരു കൂട്ടർക്ക് CBTക്ക് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാണ്. ഓക്കെ, അതായത് ഒരു കൂട്ടർക്ക് ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഡ്രഗ് മാത്രം. അതാണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈനിന്റെ പ്രത്യേകത. അതായത് ഒരു വിഭാഗം, അതായത് ഒരു ഗ്രൂപ്പാക്കും, ഒരു ഗ്രൂപ്പിന് ഒരു ട്രീറ്റ്മെന്റ്, അതായത് ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ കിട്ടുള്ളൂ, 3 കൂടി കിട്ടത്തില്ല, ഒരാൾക്ക് ഒരെണ്ണം മാത്രം. അത്തരത്തിലുള്ളതിനാണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. അപ്പം ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ 3 ടൈപ്പാണ്: റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈന്, മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻ. അപ്പൊ ബിറ്റ്വീന്റെ ഫസ്റ്റ് വൺ ആണ് റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. നോക്കാം. A randomized group design is one in which subjects are randomly assigned to different groups mean for the different condition or values of the independent variable. കണ്ടോ, ഈ 150 പേരെ എടുത്ത് റാൻഡം ആയിട്ട് ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ എയിലേക്ക്, ഒരാൾ ബിയിലേക്ക്, ഒരാൾ സിയിലേക്ക്, ഇങ്ങനെ റാൻഡം ആയിട്ട് ഗ്രൂപ്പ് ആക്കാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രൂപ്പുകളിലേക്ക് ആളുകളെ, സബ്ജക്ട്സിനെ റാൻഡം ആയിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുക. ഒരു മാനദണ്ഡവും ഇല്ലാണ്ട് റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബിറ്റ്വീൻ സബ്ജക്റ്റ് ആണ് റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. The randomized group design is based on the assumption that the random assignment of subject into 2 or more groups will make these groups statistically equivalent on the subject relevant variables, attitude or aptitude or capacity, which may produce variation in the dependent variable. അതായത് റാൻഡം ആയിട്ട് 150 പേരെ സെലക്ട് ചെയ്തിട്ട് റാൻഡം ആയിട്ട് അവരെ ഗ്രൂപ്പ് ആക്കുമ്പോൾ അവിടെ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കലി ഇക്വാലന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ആ വേരിയബിൾസ് ഇക്വാലന്റ് ആയിട്ട് പോകും. അത് നല്ല രീതിയിൽ ഡിപെൻഡന്റ് വേരിയബിളിനെ നമുക്ക് റിലേഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും. When the subjects are randomly assigned to only 2 groups, the resulting experimental design is known as 2 randomized group design. നമ്മളല്ലേ 100 പേരെ എടുത്ത് 2 ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ അതിന് എന്താ, 2 randomized group design എന്നാണ്. When the subjects are randomly assigned to more than 2 groups, the resulting design is known as multi-group design or more than 2 randomized group design. ഇനി 2-ലധികം ഗ്രൂപ്പ്, നമ്മുടെ എക്സാമ്പിൾ 2-ലധികം ഉണ്ട്, അതിനെ ഒന്നുകിൽ മൾട്ടി റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ അല്ലെങ്കിൽ മോർ ദാൻ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. അതായത് ഗ്രൂപ്പുകളാക്കിയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, ബിറ്റ്വീൻ സബ്ജക്ട്, ഈ ഗ്രൂപ്പുകളിലേക്ക് സബ്ജക്ട്സിനെ റാൻഡം ആയിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഡിസൈൻ ആണ് റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. 2 ഗ്രൂപ്പ് മാത്രമാണ് ആക്കുന്നതെങ്കിൽ 2 ഗ്രൂപ്പ് റാൻഡമൈസ്ഡ് ഡിസൈൻ എന്നും, 2-ലധികം ഉണ്ടെങ്കിൽ മൾട്ടി ഗ്രൂപ്പ് റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ അല്ലെങ്കിൽ മോർ ദാൻ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ, റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. അടുത്തേതാണ് മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. ഇവിടെ I am back, Ameya. I am back with a bang. നമ്മൾ എന്തായാലും നല്ല രീതിക്ക് എന്താ പറയാ, റിവിഷനും ക്ലാസ്സും ഒക്കെ എടുത്തിട്ട് പോകും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യമായിട്ടൊരു PG എക്സാം എഴുതാൻ പോവാണ്. ഞാൻ പിടിച്ചോണ്ട് വന്ന പിള്ളേരാ, കൈ പിടിച്ചോണ്ട് വന്ന പിള്ളേരാ, ഇട്ടിട്ട് പോയില്ല. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്. ആൻഡ് അത് കൂടെ പറയാനുണ്ട്, ആരെങ്കിലും ഉണ്ട് ഇക്കൂട്ടത്തിൽ, നമ്മുടെ അജ്മില വന്നു, ആരെങ്കിലും ഉണ്ട് നമ്മുടെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തവർ ഇക്കൂട്ടത്തില്? ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ?
ഉണ്ട്, അശ്വതിയൊക്കെ ഉണ്ട്. നമ്മള് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിർസയൊക്കെ ഉണ്ടല്ലോ, അഭിപ്രായങ്ങൾ ചോദിക്കാം കേട്ടോ. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവരൊക്കെ എന്താ പറയുക, ലെവൽ 1 വന്നവരാണ്. നമ്മളിപ്പോ പി ജിക്കാർക്ക് വേണ്ടിയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ എന്താണ് കമ്പൾസറി ഇന്റേൺഷിപ്പിനും ഇവിടെ വരാം. നിങ്ങൾക്ക് പി ജി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വൃത്തിക്കാണ് പഠിപ്പിച്ചു. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വരത്തില്ല. ഇതിന്റെ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വന്നവരോട് ചോദിക്കാട്ടോ, നിങ്ങൾ മിർസ, അൻഷിത, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗിവ് എ ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾക്ക് വെക്കേഷനിലൊക്കെ വരാൻ പോകുന്നുണ്ട് ഇന്റേൺഷിപ്പ്, ഗ്രൂപ്പായിട്ടൊക്കെ വരാം. നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1 മന്ത് ആണെങ്കിൽ 1 വീക്ക് മാനസ് മെന്റൽ ഹോസ്പിറ്റലിൽ പിന്നെ വിസിറ്റും, ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ ക്ലിനിക്കിലും ആണ് ക്ലാസ്സസ് ഉണ്ടാവുക. CBT തെറപ്പി ഉൾപ്പെടെ ഇൻവോൾവ് ചെയ്തിട്ട് റിയൽ കേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. Matched group design is a type of between group design in which subjects are matched depending upon mean, standard deviation, pairs, etc. അതായത് ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഒരു 150 പേരുണ്ട്. അതായത് മീൻ വെച്ചിട്ടാണ് പറയുന്നത്. 50 മാർക്കിൽ താഴെയുള്ളവർ എ ഗ്രൂപ്പ്, 50 to 75 വരെയുള്ളവർ ബി ഗ്രൂപ്പ്, 75 മുകളിലുള്ളവർ സി ഗ്രൂപ്പ്. കണ്ടോ? അതായത് ഒരു എന്താ പറയാ, മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ പെയറൊക്കെ ആക്കിയിട്ട് ഒരു മാച്ച് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ അതാണ് മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. ഒരു മാനദണ്ഡവും ഇല്ലാണ്ടാണ് റാൻഡമൈസ്ഡ്. ഇവിടെ മാച്ച്ഡ് ഗ്രൂപ്പ് ആണ് വരുന്നത്. മൂന്നാമത്തെ ബാങ്ക് വിളിക്കുന്നുണ്ട് മക്കളെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ബാങ്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നത് ഫാക്ടോറിയൽ ഡിസൈൻ. ബിറ്റ്വീൻ സബ്ജക്റ്റിന്റെ മൂന്നാമത്താണ് ഫാക്ടോറിയൽ. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ. May be defined as the design in which 2 or more than 2 independent variables are studied. All possible combination ആക്കി കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഡിപ്രഷന് നമ്മൾ CBT, മെഡിസിൻ, അതുപോലെ ബിഹേവിയർ തെറാപ്പി ഇതുണ്ട്. ഇത് CBT മെഡിസിനും കൂടി കൊടുത്തു നോക്കും, CBT ബിഹേവിയർ തെറാപ്പിയും കൂടി കൊടുത്തു നോക്കും, മെഡിസിൻ മാത്രം കൊടുത്തു നോക്കും, മെഡിസിനും ബിഹേവിയർ തെറാപ്പിയും കൂടി കൊടുത്തു നോക്കും, 3ഉം കൂടി കൊടുത്തു നോക്കും. അവിടെ എല്ലാം കോമ്പിനേഷനിലും കൊടുത്തു നോക്കും ഇൻഡിപെൻഡന്റ് വേരിയബിൾ. Each combination having a separate group or equal or unequal subjects. എല്ലാത്തിനും ഇപ്പൊ CBT മാത്രം കൊടുക്കാൻ ഒരു ഗ്രൂപ്പ്, CBT മെഡിസിനും കൂടി കൊടുക്കാൻ ഒരു ഗ്രൂപ്പ്, CBT മെഡിസിനും ബിഹേവിയറും കൂടി കൊടുക്കാൻ ഒരു ഗ്രൂപ്പ്, CBT മെഡിസിനും കൊടുക്കാൻ ഒരു ഗ്രൂപ്പ്, CBT ബിഹേവിയറും കൊടുക്കാൻ ഒരു ഗ്രൂപ്പ്, മെഡിസിനും ബിഹേവിയറും കൊടുക്കാൻ ഒരു ഗ്രൂപ്പ്. അങ്ങനെ എല്ലാത്തിനും ഓരോ ഈക്വൽ ഓർ അൺഈക്വൽ സബ്ജക്റ്റ് ഉള്ള സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. So that their independent and interactive effect may be studied on the dependent. Independent CBT മാത്രം കൊടുക്കുമ്പോൾ എന്താണ്, CBT മെഡിസിനും കൂടി കൊടുക്കുമ്പോൾ എന്താണ്, CBT മെഡിസിന് ബിഹേവിയറും കൂടി കൊടുക്കുമ്പോൾ എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. അതായത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ഡിഫറെന്റ് ഗ്രൂപ്പിന് കൊടുക്കുന്നതാണ് ഫാക്ടോറിയൽ ഡിസൈൻ. ഓക്കെ ആണ്? എക്സാമ്പിൾ മനസ്സിലായോ? എല്ലാവരും പറഞ്ഞേ.
കോൺസെപ്റ്റ് മറന്നാലും എക്സാമ്പിൾ മറക്കൂല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ച് പറയാതിരിക്കരുത് കേട്ടോ. പി ജിക്കാരായപ്പോ നിങ്ങളൊക്കെ മടിച്ചുകളായോ? മടിച്ചുകളായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഞാൻ പണ്ടത്തെ സാധനം എടുക്കട്ടെ, എന്റെ പണിയായത് എടുക്കട്ടെ. ഒരു ഹായ് വിട്ടെ എല്ലാരും. എനിക്ക് എല്ലാരും ഇതിനകത്ത് തന്നെ ഉണ്ടോന്ന് അറിയാനോ. ഒരു ഹായ് എങ്കിലും വിട്. നിങ്ങൾ ഇത് നല്ല ആളുകളാ. നിങ്ങൾ പി ജിക്കാരായപ്പോ മടിച്ചുകളായോ? വെരി ഹാപ്പി. അപ്പൊ എല്ലാരും ഇതിന്റെ അകത്ത് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായോ മക്കളെ? ഐ നീഡ് സം റീഇൻഫോഴ്സ്മെന്റ്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാല് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ്. എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. എല്ലാ പോസിബിൾ. അതാണ് CBT മാത്രം, മെഡിസിൻ മാത്രം, ബിഹേവിയർ മാത്രം, പിന്നെ CBT മെഡിസിൻ മാത്രം, മെഡിസിൻ ബിഹേവിയർ മാത്രം, CBT ബിഹേവിയർ മാത്രം, ഇങ്ങനെ എല്ലാ പോസിബിൾ കോമ്പിനേഷനും നമ്മൾ ട്രൈ ചെയ്യും. അതിനാണ് അത് ഓരോന്നിനും സെപ്പറേറ്റ് ഈക്വൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ട് കല്യാണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈനും, 2-ലധികം ഉണ്ടെങ്കിൽ മോർ ദാൻ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. അപ്പൊ അതൊന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്തായാലും എങ്ങാനും 3 വെയിറ്റേജിന് അല്ല 2 വെയിറ്റേജിന് വന്നാൽ 2 റാൻഡമൈസ്ഡ് എന്താണ് അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് എന്താണെന്നൊക്കെ എടുത്തു ചോദ്യം. ഇപ്പൊ നിങ്ങൾ തേർഡ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? വളരെ ഉള്ളിൽ നിന്നൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, അരിച്ച് പെറുക്കി പഠിക്കാതെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലായി ചുമ്മാ അങ്ങ് പാസ്സാക്കി വിടാൻ പറ്റത്തില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ തേർഡ് സെം, നിങ്ങളുടെ സീനിയേഴ്സിന് തേർഡ് സെം കഴിഞ്ഞു, അറിഞ്ഞോന്ന് അറിയില്ല. OB നല്ല സീനായിരുന്നു. ബാക്കി 2 ഉള്ളിൽ നിന്നൊക്കെയാ ചോദിച്ചിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം പാസ്സാവാൻ പറ്റുന്ന രീതിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. പെരിഫറൽ ഏരിയാസ്. അതുകൊണ്ടാണ് ഞാൻ നോട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നോട്ട് ഞാൻ പുറത്ത് വിട്ടിട്ടേ ഇല്ല. ഇവൻ വേണ്ടവർക്ക് പ്രിന്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ 2 randomized group design. 2 randomized group design is so called because here the subjects are randomly assigned to 2 groups only. Random ആയിട്ട് 2 ഗ്രൂപ്പ് മാത്രമാണ് ആക്കുന്നത്. In formulating this type of design, the experiment first define the independent variable and dependent variable. Subsequently, he select 2 values of the independent variable. 2 ഇൻഡിപെൻഡന്റ് തീരുമാനിക്കും. ഇൻഡിപെൻഡന്റ് 2 ഗ്രൂപ്പ് ആക്കും. അതായത് ഓൺലൈൻ വിദ്യാഭ്യാസം കൊടുക്കുന്നവർ, കൊടുക്കാത്തവർ, അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഒരു ഗ്രൂപ്പ്, മാത്സ് ഒരു ഗ്രൂപ്പ്, അങ്ങനെ. അതായത് ഇൻഡിപെൻഡന്റ് എന്താ തീരുമാനിക്കും, ഇൻഡിപെൻഡന്റ് 2 ആക്കി മാറ്റിയാണ് ചെയ്യുക. അങ്ങനെയാണ് 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ വരുന്നത്. ഇനി മോർ ദാൻ 2, because of some limitations of 2 randomized group design, it is being used in a restricted way and more emphasis is given to more than 2 randomized group design. കണ്ടോ, 2 randomized group design കുറച്ച് ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും more than 2 randomized group design ആണ് ഉപയോഗിക്കുന്നത്. Such a design is also known as multi-group design. As its name implies, in such a design, there are 3 or more conditions or values of the independent variable, and accordingly 3 or more. കണ്ടോ, നമ്മളിപ്പം ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു തെറാപ്പി, CBT മെഡിസിനും മാത്രമാണെങ്കിൽ അത് 2 ആണ്. CBT മെഡിസിൻ ബിഹേവിയർ തെറാപ്പി അതെന്താണ് 3 or plus. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടി റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. Group of subjects participate in the experiment. The design is so called because the total subjects randomly assigned into 3 or more unbiased group. കണ്ടോ, 3 അതിലേക്കോ ഗ്രൂപ്പ് ആക്കി മാറ്റും, അൺബയാസ്ഡ് ഗ്രൂപ്പ് ആക്കി മാറ്റും. The process of captive assignment as well as process of sequential assignment may be utilized as a technique. Captive assignment 2 അസൈൻമെന്റ് ചെയ്യുന്ന കേട്ടോ, അതായത് എങ്ങനെ ഗ്രൂപ്പ് ആക്കാം, സീക്വൻഷ്യൽ ആക്കിയിട്ടോ ക്യാപ്റ്റീവ് ആയിട്ടൊക്കെ ചെയ്യാം. As the techniques of random assignment of subject into 3 or more group. ഈ 3 അതിലധികം ഗ്രൂപ്പിലേക്ക് നമ്മൾ ക്യാപിറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ട്, അതായത് A ഉള്ളവരൊരു ഗ്രൂപ്പ്, B ഉള്ളവരൊരു ഗ്രൂപ്പ്, അതാണ് സീക്വൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റാം. അപ്പം 2-ലധികം ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ എന്താണ്, മോർ ദാൻ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. എപ്പോഴും 2-നെക്കാട് എപ്പോഴും മോർ ദാൻ 2 ആണ് ഉപയോഗിക്കാറ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു ട്രീറ്റ്മെന്റ് മാത്രമാണ് കിട്ടുന്നത്. ഗ്രൂപ്പ് ആക്കുമ്പോൾ ഒരു ഗ്രൂപ്പിന് ഒരു ട്രീറ്റ്മെന്റ് മാത്രമാണ് കിട്ടുന്നെങ്കിൽ അതാണ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ. 3 ടൈപ്പ് ബിറ്റ്വീൻ സബ്ജക്ട് ഡിസൈൻ ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് 1 ഏതാണ്, റാൻഡമൈസ്ഡ്. ഗ്രൂപ്പുകളെ റാൻഡം ആയിട്ടാണ് നമ്മൾ
അസൈൻ ചെയ്യുന്നെങ്കിൽ റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. അതിൽ തന്നെ 2 ഗ്രൂപ്പും ഉണ്ട്, മൾട്ടി ഗ്രൂപ്പും ഉണ്ട്. രണ്ടാമത്തത് മാച്ച്ഡ് പെയർ ആണ്. എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ച് ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ അതാണ് മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. മൂന്നാമത്തെ ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. അതായത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് ആയിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ കോമ്പിനേഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ഫാക്ടോറിയൽ ഡിസൈൻ. ഇനിയാണ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. രണ്ടാമത്തെ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. നോക്കാം നമുക്ക് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ എന്താണ്. In within subject design, all participants take part in every condition. കണ്ടോ, എല്ലാവർക്കും കിട്ടും. ഈ 3 ഡ്രഗും എല്ലാവർക്കും കിട്ടും. CBT കിട്ടും, പിന്നെ എന്താണ് മെഡിസിനും കിട്ടും, എല്ലാം കിട്ടും എല്ലാവർക്കും. It is the opposite of between subject design, where each participant experience only one. ബിറ്റ്വീനിൽ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒന്ന് മാത്രമേ കിട്ടൂ, ഇത് എല്ലാവർക്കും എല്ലാം കിട്ടും. All longitudinal studies within subjects designed to assess change within same individual over time. കേട്ടോ, എങ്ങനെയാണ് വിത്തിൻ സബ്ജക്ട് എന്നാണ് ഒരേ ആളുകളിൽ ചിലപ്പോൾ ആദ്യം CBT കൊടുക്കും, എന്നിട്ട് മെഡിസിൻ കൊടുക്കുക, അങ്ങനെയാണ് പോവാ. വിത്തിൻ ഗ്രൂപ്പ് ഡിസൈനും രണ്ടാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പും ഇൻകംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പും. ഇവിടെ വിത്തിൻ സബ്ജക്ട് ഡിസൈൻ എന്താണ്, എല്ലാവർക്കും എല്ലാ ട്രീറ്റ്മെന്റും കിട്ടുകയാണെങ്കിൽ അത് വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പോരട്ടെ? ഓക്കെ ആണോ? ഇനിയാണ് കംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. Complete within group design is one in which practice effects are balanced by administrating the condition several times on to each subject in different orders, each time such that result for each subject become interpretable. ഒത്തിരി വട്ടം ആദ്യം കുറച്ചു കാലം CBT കൊടുക്കും, പിന്നെ കുറച്ചു കാലം മെഡിസിൻ കൊടുക്കും, പിന്നെ വീണ്ടും CBT കൊടുക്കും, പിന്നെ വീണ്ടും ബിഹേവിയറിൽ കൊടുക്കും. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് കൊടുത്ത് ഓരോന്നിന്റെയും ചേഞ്ചസ് ഇങ്ങനെ എന്താ പറയാ ഇന്റർപ്രറ്റ് സെയിം ആളിലാട്ടോ. അതാണ് കംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. അവിടെ എന്താണ് ബാലൻസ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ കണ്ടീഷൻ സെവറൽ ടൈംസ്. ഒരുപാട് ടൈം കൊടുക്കും ഈച്ച് സബ്ജക്റ്റും, ഡിഫറെന്റ് ഓർഡറിലായിരിക്കും കൊടുക്കും. ആദ്യം CBT, പിന്നെ ബിഹേവിയറിൽ, പിന്നെ അങ്ങനെ എന്നിട്ട് ഓരോ തവണയും റിസൾട്ട് എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. In incomplete and incomplete within group design is one in which each condition is administered to each subject only once. ഒറ്റ വട്ടം CBT ഒരു വട്ടം കൊടുത്തു, മെഡിസിൻ ഒരു വട്ടം കൊടുത്തു, പിന്നെ ബിഹേവിയറിൽ ഒരു വട്ടം. ഇതാണ് ഇൻകംപ്ലീറ്റ്. ഇതൊക്കെ ഒത്തിരി വട്ടം കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്. While varying the order of administrating the condition across subjects in such a way that the practice effect can be neutralized when the result for all subjects are combined. ന്യൂട്രലൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് നമ്മൾ നോക്കുക. അതായത് ഇൻകംപ്ലീറ്റ് ആണ്, ന്യൂട്രലാ കിട്ടുക. CBTയുടെ ഒരു റിസൾട്ട് വീണ്ടും കൊടുത്തു നോക്കുന്നില്ല, ന്യൂട്രലൈസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പൊ ഇൻകംപ്ലീറ്റിൽ എങ്ങനെയാണ് ഓരോ വട്ടം, അതായത് ഓൺലി വൺസ്, ഓരോ സബ്ജക്റ്റിനും ഓരോ വട്ടമായിരിക്കും ഓരോന്നിന്റെയും ട്രീറ്റ്മെന്റ് കിട്ടുക. CBT കൊടുത്തു നോക്കും, എന്നിട്ട് റിസൾട്ട് നോക്കും, മെഡിസിൻ കൊടുക്കും, റിസൾട്ട് നോക്കും. ഒരു ഓർഡറിൽ ഇങ്ങനെ പോകും, വീണ്ടും കൊടുത്തു നോക്കത്തില്ല. ഇൻകംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. ഓക്കെ ആണോ? ഒന്നും കൂടെ പറയാം. അതായത് കംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പിൽ എങ്ങനെയാ അറിയോ, സെവറൽ വട്ടം. ഇപ്പൊ നമ്മള് 3 തെറാപ്പീസ്, 3 ട്രീറ്റ്മെന്റ്, CBT, BT ബിഹേവിയറൽ തെറാപ്പി ആട്ടോ, മെഡിസിൻ, ഇത് വിവിധ പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. അതായത് CBT ഒരു വട്ടം കൊടുത്തു, പിന്നെ ബിഹേവിയർ കൊടുത്തു, പിന്നെ മെഡിസിൻ കൊടുത്തു, പിന്നെ വീണ്ടും CBT കൊടുക്കുകയാണ്, വീണ്ടും ബിഹേവിയർ കൊടുക്കുന്നു, വീണ്ടും മെഡിസിൻ, അങ്ങനെ ഒത്തിരി വട്ടം കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആണ്. ഓരോ വട്ടവും ഒത്തിരി വട്ടം, അതായത് ഒരു 5 വട്ടം CBT, 5 വട്ടം BT, 5 വട്ടം, അതായത് ഓരോ സമയത്തായിട്ടാണ്. ഒരാഴ്ച CBT കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, ഒരാഴ്ച BT കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, ഒരാഴ്ച മെഡിസിൻ കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, വീണ്ടും CBT കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, അങ്ങനെ. അതായത് കണ്ടീഷൻ ടൈംസ് ടു ഈച്ച് സബ്ജക്ട്. ഓരോ കണ്ടീഷൻ ഒത്തിരി വട്ടം ചെയ്തു നോക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരു വട്ടം CBT കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, ഒരു വട്ടം മെഡിസിൻ കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, ഒരു വട്ടം BT കൊടുക്കുന്നു, റിസൾട്ട് നോക്കുന്നു, ഒറ്റ വട്ടേ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. ഓക്കെ ആണോ? വെരി ഗുഡ്. അപ്പൊ
വിത്തിൻ സബ്ജക്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും എല്ലാ ട്രീറ്റ്മെന്റും കിട്ടും. അതന്നെ ഒത്തിരി വട്ടം ഈ എല്ലാ ട്രീറ്റ്മെന്റും ഒന്നിലധികം വട്ടം കിട്ടുകയാണെങ്കിൽ, ഒത്തിരി വട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ്. ഒറ്റ വട്ടം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കാണ് സിംഗിൾ സബ്ജക്റ്റും സ്മോൾ എൻ ഡിസൈനും എന്താണ് നോക്കാം നമുക്ക്. സിംഗിൾ സബ്ജക്ട് ഡിസൈൻ. Single subject design are thought to be a direct result of the research of BF. അതായത് BF സ്കിന്നറിന്റെ ആട്ടോ സിംഗിൾ സബ്ജക്ട്, ഒറ്റ സബ്ജക്റ്റിനെ വെച്ച് മാത്രം പഠിക്കും. അതാണ് സിംഗിൾ സബ്ജക്ട്, പേര് പറയുന്ന പോലെ തന്നെ. BF സ്കിന്നറിന്റെ ആട്ടോ who apply the technique of operant condition to subject and measured the outcomes at various points in it. ഒരേ ആള് മാത്രം. ഇപ്പം ഒരു കുട്ടീനെ എടുക്കുക, ആ കുട്ടി 2 വയസ്സുള്ളപ്പോ കുട്ടീനെ പഠിക്കുന്നു, 3 വയസ്സുള്ളപ്പോ കുട്ടീനെ പഠിക്കുന്നു, 4 വയസ്സുള്ള പഠിക്കുന്നു, 10 വയസ്സുള്ളപ്പോ പഠിക്കുന്നു. ഇത് സിംഗിൾ സബ്ജക്ട്. ഒരേ കുട്ടിയുടെ തന്നെ വിവിധ ടൈമാണ് പഠിക്കുന്നത്. അതാണ് സിംഗിൾ സബ്ജക്ട് ഡിസൈൻ. ഒരു ഡയറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് ഒക്കെ സിംഗിൾ സബ്ജക്റ്റ് ആയിട്ടാണ് സ്കിന്നർ ചെയ്തത്. Because of this, single subject design are often considered the design of choice when measuring behavioral change or when performing behavioral modification. Behavior, അതായത് ഒരു കുട്ടിയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക, റിവാർഡ് കൊടുക്കുമ്പോൾ മാറുന്നുണ്ടോ, പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ മാറുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒരേ ആൾ തന്നെ പഠിക്കുകയാണ് വിവിധ സമയങ്ങളിൽ. അത് ഒരു സബ്ജക്ട് മാത്രമേ അവിടെ ഉണ്ടാവൂ. Rather than comparing, out of comparing groups of subject വരുന്നില്ല. This design relies on comparison of treatment effect on a single subject or a group of single subject. കാരണം ഒന്നെങ്കിൽ സിംഗിൾ സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗിൾ സബ്ജക്റ്റിനെയാണ് എടുക്കുക. അവരിലെ വ്യത്യാസങ്ങളാണ് പഠിക്കുക. അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കമ്പാരിസൺ ഒന്നല്ല. അവരിൽ തന്നെ ബിഹേവിയർ, പിന്നെ പണിഷ്മെന്റ് കൊടുത്തിട്ടാണോ മാറ്റം, റിവാർഡ് കൊടുത്തിട്ടാണോ മാറ്റം, രണ്ടും കൂടി കൊടുത്തിട്ടാണോ മാറ്റം, ഒരു വ്യക്തിയിൽ തന്നെയാണ് പല പല സമയഘട്ടങ്ങളിലായിട്ട് പഠിക്കുന്നത്. Single subject design or single case research design is a research design most often used in applied field of psychology, education and human behavior, in which the subject serves as his or her own control rather than using another individual group. വേറെ ഗ്രൂപ്പ് വെച്ചിട്ട് എന്താ ഇവർ തന്നെയാണ് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഒക്കെ. അതായത് ഇവരെ തന്നെ വെച്ച് കമ്പയർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയാണ്. അല്ലാതെ ഇവരെ കമ്പയർ ചെയ്യാൻ ഈ ആളെ വേറൊരാളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ മാനിപ്പുലേഷനും നടക്കില്ല. ഈ ഒരൊറ്റ വ്യക്തിയിലാണ് നമ്മൾ പഠിക്കുക. Researchers use single subject design because these designs are sensitive to individual organism differences versus group design which are sensitive to average of groups. ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുന്ന എന്നൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ട്, സെൻസിറ്റീവ് വരുന്ന ഘട്ടത്തില് ഒരാളെ തന്നെ എടുത്ത് നമ്മൾ പഠിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ സിംഗിൾ സബ്ജക്ട് ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. Often there will be a large number of subjects in research study using single subject design. Since the subjects serve as their own control, this is still a single subject design. കുറെ ആളുകൾ ഉണ്ടെങ്കിലും ഓരോരുത്തരും സിംഗിൾ സബ്ജക്റ്റ് ആണ്. അതിന് സിംഗിൾ സബ്ജക്ട് വിളിക്കാനുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഒരു 100 പേരെ സിംഗിൾ സബ്ജക്ട് ഒക്കെ ചെയ്യും. ഈ ഒരാളെ നമ്മൾ പഠിക്കാൻ ചെയ്യും, ആ ഒരാളെ നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയറോ എന്നും ചെയ്യില്ല. അവരെ മാത്രം കുറെ പേരുണ്ടെങ്കിലും ഒറ്റക്കൊറ്റയ്ക്ക് ഓരോരുത്തരെയും പഠിക്കുകയാണെങ്കിൽ അത് സിംഗിൾ സബ്ജക്ട് ഡിസൈൻ. ബിക്കോസ് they are the control group and experimental group. There will be no comparison with that person with another person. Okay, these designs are used primarily to evaluate the effect of variety of intervention in applied research. അപ്ലൈഡ് റിസർച്ചിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് സിംഗിൾ സബ്ജക്ട്. അതായത് ഒരു എന്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് വ്യത്യാസം വരുന്നതെന്ന് കാണാൻ ഒരാളിൽ തന്നെ അത് പഠിച്ചാലല്ലേ നടക്കത്തുള്ളൂ. സോ അപ്ലൈഡ് റിസർച്ചിലാണ് ഏറ്റവും കൂടുതൽ സിംഗിൾ സബ്ജക്ട്. അതായത് ഒറ്റ സബ്ജക്റ്റേ ഉണ്ടാവുള്ളൂ. വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതിയിൽ അവരെ ടെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണ്. അത് കുറെ പേരുണ്ടെങ്കിലും അത് സിംഗിൾ സബ്ജക്റ്റ് ആണ്. ഒരാളെ മാത്രം എടുത്ത് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതെ പഠിക്കുകയാണെങ്കിൽ അത് സിംഗിൾ സബ്ജക്ട് ഡിസൈൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിംഗിൾ സബ്ജക്ട്. റിലയബിൾ മെഷർമെന്റ് ആണ്. റിപ്പീറ്റ് ചെയ്യും. അവരിൽ തന്നെ കുറെ കാലം എടുത്ത് ഇങ്ങനെ പഠിക്കാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് കണ്ടീഷൻസ് വരുന്നുണ്ട്. ബേസ് ലൈൻ ആൻഡ് ട്രീറ്റ്മെന്റ് കണ്ടീഷൻസ് വരുന്നുണ്ട്. സിംഗിൾ വേരിയബിൾ റൂൾ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? റിലയബിൾ മെഷർമെന്റ്, റിപ്പീറ്റഡ് മെഷർമെന്റ്, കണ്ടീഷൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ കുട്ടിക്ക് ഇത് കൊടുത്തപ്പോൾ ഇങ്ങനെയായിരുന്നു, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ അവസരത്തിൽ ഇങ്ങനെയായിരുന്നു. പിന്നെ ബേസ് ലൈൻ ആൻഡ് ട്രീറ്റ്മെന്റ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. സിംഗിൾ വേരിയബിൾ റൂൾ ആണ്. ഒറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ. ഇനി സ്മോൾ എൻ, ഒന്നോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ വരികയാണ്. അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് ആണല്ലോ. എന്ന് കുറയുക, വളരെ കുറച്ച് എൻ സബ്ജക്ട്സ് അല്ലെങ്കിൽ സാമ്പിൾ ഉള്ളതിനെയാണ് സ്മോൾ എൻ ഡിസൈൻ എന്ന് പറയുന്നത്.
Small and research design provide information directly relevant to individual participant being studied. Relevant ആയിട്ടുള്ള എല്ലാം direct ആയിട്ട് കിട്ടാണ്. In small and design, each participant is assessed repeatedly and comparisons with the person are made over time, allowing patterns of performance to be linked to the individual with specific characteristics. ഇവിടെ എങ്ങനെയാണ് കമ്പാരിസൺ നടക്കുന്നത്? ആളുകൾ കുറവായിരിക്കും, സിംഗിൾ പോലെ തന്നെ ഒന്നോ അതിലധികമോ തന്നെയാണ് വരാം, പക്ഷേ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. സിംഗിൾ സബ്ജക്റ്റിലെ കമ്പാരിസൺ വരൂല. സ്മോൾ എന്നിലെ ആളുകൾ ഒരാളെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2-3 ആളുകളെ ഉണ്ടാവും, പക്ഷെ അവിടെ കമ്പാരിസൺ നടക്കും എന്നുള്ളതാണ്. ഡയറക്ട്ലി റെലവന്റ് കമ്പാരിസൺ ഉണ്ട്, ഡയറക്ട്ലി റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ്, പക്ഷെ ഇവിടെ കമ്പാരിസൺ നടക്കും. സ്മോൾ ആൻഡ് ഡിസൈനിന്റെ പ്രത്യേകതകൾ നോക്കിക്കേ. only a few subjects is tested. Subjects not put into groups ആക്കൂല, but run as individuals. Individuals ആക്കിയ ഗ്രൂപ്പ് ഒന്നും ആക്കൂല, പക്ഷെ കമ്പയർ ചെയ്യും. Experiments are long, allowing performance to stabilize over time. അങ്ങനെ പെർഫോമൻസ് സ്റ്റേബിൾ ആയി വരുന്നവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. Data analyzed visually with the minimal use of inferential statistics. Inferential statistics ഒന്നും ഒരിക്കലും നമ്മൾ വിഷ്വലി ആണ് ഡാറ്റ, സ്റ്റാറ്റ് ഉപയോഗിക്കില്ല, വിഷ്വലി നമ്മൾ കണ്ടും കേട്ടും ഒക്കെയാണ് ഡാറ്റ അനലൈസ് ചെയ്യാം. ഇവിടെ സ്മോൾ എന്നിൽ എങ്ങനെയാണ് ഡയറക്ട്ലി റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം വെച്ചാൽ കമ്പാരിസൺ നടക്കും, പക്ഷെ സബ്ജക്ട്സ് 1, 2, 3 പേരൊക്കെ ഉണ്ടാവത്തുള്ളൂ, ഗ്രൂപ്പ് ആകത്തില്ല, ഇൻഡിവിജ്വൽ ആയിട്ടാണ് പഠിക്കുക, പക്ഷെ കമ്പാരിസൺ ഇവിടെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ടൈപ്സ് ആണ്. എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ടൈപ്സ് ആട്ടോ. ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്. എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ടൈപ്സ് ആണ്. അതുപോലെ തന്നെ എക്സ്പോസ്റ്റ് ഫാക്ടർ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. അപ്പം ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് തന്നെ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മുടെ കൺട്രോളില് നമ്മുടെ സെറ്റിംഗ്സിൽ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റിനെയാണ്, അത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ ഡിസൈനെയാണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അലോ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കോസ് ആൻഡ് എഫക്ട് ബൈ കൺട്രോളിംഗ് പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് വേരിയൻസ്. നമ്മുടെ കൺട്രോളില് എന്തുകൊണ്ട് കാര്യകാരണങ്ങളൊക്കെ പഠിക്കാവുന്ന രീതിയിലുള്ള എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. സിംപ്ലസ്റ്റ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. റാൻഡംലി ആണ് നമ്മൾ സബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുക ഫ്രം പോപ്പുലേഷൻ. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാവും, അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടും. കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും, അവർക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കത്തില്ല. ഞാൻ ഓൾറെഡി സ്മോൾ എൻഡിന്റെ ടൈപ്സ് ആയിട്ടല്ല വരുന്നത്, ട്രൂ എക്സ്പെരിമെന്റൽ അല്ലാണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. എക്സ്പെരിമെന്റൽ ഡിസൈൻസ് അല്ലേ നമ്മൾ നോക്കുന്നത് കേട്ടോ. എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. ഓക്കെ, അതിൽ വരുന്നതാണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇനി ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? റാൻഡം ആയിട്ടാണ് നമ്മൾ സാമ്പിൾസിനെ അസൈൻ ചെയ്യുക. കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. ആരാണ് കൺട്രോൾ ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കിട്ടും, അതാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല, അവരാണ് എന്ത്? കൺട്രോൾ ഗ്രൂപ്പ്. ഇനി 3 ടൈപ്പ് ആണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നതാണ് ട്രൂ. ആ ട്രൂല് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, കൺട്രോൾ ഗ്രൂപ്പ്, പ്രീ ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. കണ്ടോ, ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ 3 ടൈപ്പ് ആണ്. എന്താണ്? പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈന്, പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈന്, സോളമൻ ഫുൾ 4 ഗ്രൂപ്പ് ഡിസൈൻ. ഇതിൽ ഫസ്റ്റ് വൺ ആണ് 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ഈ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ് എന്ന ഗുളിക, എക്സ് എന്നൊരു ഗുളിക, അത് ഒരു എ നാളെ നമ്മൾ എടുക്കാണ്. ഈ ഗുളിക കൊടുക്കുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്യും, അതാണ് പ്രീ ടെസ്റ്റ്. ഇയാൾക്ക് എത്ര ഡിപ്രഷൻ ഉണ്ട് എന്ന്. എന്നിട്ട് ഗുളിക കൊടുക്കും, അതിന് വീണ്ടും ടെസ്റ്റ് ചെയ്യും, മാറിയോ മാറിയിട്ടില്ല, അതാണ് പോസ്റ്റ് ടെസ്റ്റ്. അതായത് ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്യുക, അതാണ് പ്രീ ടെസ്റ്റ്. എത്ര ഡിപ്രഷൻ ഉണ്ട്, എന്നിട്ട് ഈ ഗുളിക കൊടുത്തു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുക എത്ര മാറി അല്ലെങ്കിൽ എത്ര ഉണ്ട് എന്ന്, അതാണ് പോസ്റ്റ് ടെസ്റ്റ്. കമ്പയർ സെയിം സബ്ജക്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. കേട്ടോ, ഒരേ സബ്ജക്റ്റിന് ബിഫോറും ആഫ്റ്ററും നമ്മൾ എന്താക്കും? ടെസ്റ്റ് ചെയ്യും. നോ റാൻഡമൈസേഷൻ ആണ്, കൺട്രോൾ ഗ്രൂപ്പ് ഇല്ല.
വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റിന് കൺട്രോൾ ഗ്രൂപ്പ് ഇല്ല. ഓക്കെ, ലിറ്റിൽ അബിലിറ്റി ടു ഇൻഫർ കോഴ്സ് ആൻഡ് എഫക്ട്. കോഴ്സ് ആൻഡ് എഫക്ട് അങ്ങനെ അങ്ങോട്ട് കണ്ടെത്താനൊന്നും പറ്റില്ല. ഐ മീൻ വിലയിരുത്താൻ അങ്ങോട്ട് കൈകടത്താനൊന്നും പറ്റത്തില്ല. അപ്പൊ വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്താണ്? ഈ സെയിം സബ്ജക്ട്സിന് ബിഫോർ ട്രീറ്റ്മെന്റും ആഫ്റ്റർ ട്രീറ്റ്മെന്റും നമ്മൾ കമ്പയർ ചെയ്യും. അവിടെ റാൻഡമൈസേഷനോ കൺട്രോൾ ഗ്രൂപ്പോ ഒന്നുമില്ല. അവിടെ ഇൻഫർ ചെയ്യാനും പറ്റില്ല കോഴ്സ് ആൻഡ് എഫക്ട്. അത്തരത്തിലുള്ളതാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ഓക്കെ ആണോ? സുഹാനം ഷഹാനം മുംതാസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് ട്രൂ എക്സ്പെരിമെന്റ്. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്, ഒരു പിന്നെ എന്താണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ട്. റാൻഡം ആയിട്ടാണ് എന്താണ് സാമ്പിൾസിനെ അസൈൻ ചെയ്യുന്നത്. നമ്മുടെ കൺട്രോളില് ഒരു ലാബ് സെറ്റിംഗ്സിൽ വളരെ ആധികാരികമായിട്ട് ചെയ്യുന്നതാണ് ട്രൂ എക്സ്പെരിമെന്റ്. അതായത് മെയിൻ കാര്യങ്ങൾ ഇതാണ്, റാൻഡം ആയിട്ട് വേണം സബ്ജക്ട്സിനെ അസൈൻ ചെയ്യാൻ, കൺട്രോൾ ഗ്രൂപ്പ് വേണം, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് വേണം, നമ്മുടെ കൺട്രോളിലായിരിക്കണം കാര്യങ്ങൾ നടക്കുന്നത്. അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് ആണ് ട്രൂ എക്സ്പെരിമെന്റ്. അതിന്റെ ടൈപ്സ് ആണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ്. ആ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റിൽ വരുന്നതാണ് വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ്. അതായത് ഒരു ഗ്രൂപ്പിനെ മാത്രം എടുത്തിട്ട് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്യാണ്. ഇനി പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അവിടെ എന്താണ്? കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പന്റ് പോസ്റ്റ് ടു കൺട്രോൾ ഗ്രൂപ്പ് പ്രസന്റ്. ഇവിടെ നോ ട്രീറ്റ്മെന്റ് ആണ്. കറക്റ്റ് മനസ്സിലാക്കണേ മക്കളെ. ഇച്ചിരി ട്രിക്കിയാണ്, ബട്ട് മനസ്സിലാക്കിയ സിമ്പിൾ ആണ്. അതായത് എന്താണ്? കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അവിടെ കൺട്രോൾ ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് കിട്ടില്ല, പക്ഷെ കൺട്രോൾ ഗ്രൂപ്പിന് പോസ്റ്റ് ടെസ്റ്റ് ചെയ്യും, പ്രീ ടെസ്റ്റും ചെയ്യും. 100 പേര് നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്തു. എത്ര ഡിപ്രഷൻ ഉണ്ട്? 50 പേരെ കൺട്രോൾ ഗ്രൂപ്പ് ആക്കി, 50 പേരെ എക്സ്പെരിമെന്റ് ആക്കി. ഇവർക്ക് CBT കൊടുത്തു, ഇവർക്കൊന്നും കൊടുത്തില്ല. ഓക്കെ, ആദ്യം ഇവരെ മൊത്തം ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും, എന്നിട്ട് വീണ്ടും ഇവരെ മൊത്തം ടെസ്റ്റ് ചെയ്യും. അതാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പന്റ് പോസ്റ്റ് ടെസ്റ്റ് ടു കൺട്രോൾ ഗ്രൂപ്പ്, റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പന്റ് പോസ്റ്റ് ടെസ്റ്റ് ടു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഓർ ട്രീറ്റ്മെന്റ്. രണ്ട് ഗ്രൂപ്പിനെയും പ്രീ ടെസ്റ്റും ചെയ്യും, പോസ്റ്റ് ടെസ്റ്റും ചെയ്യും. അതാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഡിസൈൻ. നിങ്ങൾ ഇത് ഈ ഒരു പെട്ടിക്കോളം മനസ്സിലാവുന്നെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം. അതായത് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും കൺട്രോൾ ഗ്രൂപ്പിനെയും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനെയും ചെയ്യുമ്പോൾ എന്നിട്ട് കമ്പയർ ചെയ്യാണ്. 100 പേരെ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യും, ഇവർക്ക് ഡിപ്രഷൻ എത്രത്തോളം ഉണ്ട്. 2 ഗ്രൂപ്പ് ആവും, ഒരാൾക്ക് CBT കൊടുക്കും, ഒരാൾക്ക് ഒന്നും കൊടുക്കൂല. എന്നിട്ട് വീണ്ടും ചെയ്യും. അതാണ് പോസ്റ്റ് ടെസ്റ്റ്. എന്നിട്ട് ഈ CBT കൊടുത്തവർക്ക് വല്ല വ്യത്യാസം ഉണ്ടോ കൊടുക്കാത്തവരെക്കാളും ഇത് കമ്പയർ ചെയ്യാണ് ചെയ്യുക. അതാണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു മിനിറ്റ്, എനിക്കിത് സ്മോൾ എന്നിലും വരുന്ന ഇതെല്ലാത്തിലും ഈ ട്രൂ എക്സ്പെരിമെന്റിലും ഒക്കെ വരുന്നതിനെ കൊണ്ട് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാനതൊന്ന്, എൻ്റെ അടുത്ത് ഫ്ലോ ചാർട്ട് ഉണ്ട്, ഞാൻ അതിപ്പോ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. അതൊന്ന് ഞാൻ നോക്കിക്കാളട്ടെ കേട്ടോ. എനിക്കിത് സ്മോൾ എന്നിന്റെ ടൈപ്സ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ. സ്മോൾ എന്നിന്റെ ടൈപ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതിന്റെയൊക്കെ ഫ്ലോ ചാർട്ട് എന്റെ കയ്യിലുണ്ട്. സോ ഐ എം സെൻഡിങ് ഇറ്റ് ടു ഗ്രൂപ്പ്. ഓക്കെ, സ്മോൾ എന്നിന്റെ ടൈപ്സ് ആട്ടോ. സ്മോൾ എന്നിന്റെ ടൈപ്സ് ആണ്. സ്മോൾ എന്ന് അല്ലാതെയും ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ സെയിം തന്നെയാട്ടോ വരുന്നത്. സ്മോൾ എന്നിന്റെ ടൈപ്പ് ആണ് കേട്ടോ. അതിന്റെ ഫ്ലോ ചാർട്ട് ഞാൻ ഗ്രൂപ്പിൽ വിടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലോ ചാർട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്മോൾ എന്നിതാണ് ഏത് വരുന്നത്? ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ഫസ്റ്റ് വൺ. രണ്ടാമത്താണ് എന്ത്? പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. അപ്പൊ ട്രൂ എക്സ്പെരിമെന്റിൽ ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെയാണ്? പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ്, പോസ്റ്റ് ടെസ്റ്റ് ഒള്ളി കൺട്രോൾ ഗ്രൂപ്പ്, സോളമൻ ഫ്ലോ ഗ്രൂപ്പ്. അതിൽ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും മാത്രമേ നമ്മൾ വീണ്ടും വിശദീകരിച്ച് പഠിക്കുന്നു. ഇനി രണ്ടാമത്തതാണ്, അതായത് സ്മോൾ എന്നിന്റെ രണ്ടാമത്തെ ടൈപ്പ് ആണ് എന്ത്? പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഓക്കെ ആണോ? നമ്മുടെ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈന്, ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ?
അതായത് നമ്മൾ സാധാ ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ, നമ്മുടെ എക്സ്പെരിമെന്റൽ ഡിസൈൻ പോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഒക്കെ വരുന്നുണ്ട്. ഇനിയാണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. Pre-experimental design are research scheme in which a subject or a group is observed after a treatment has been applied. Treatment കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുള്ളൂ. In order to test whether the treatment has potential to cause change. അതായത് ആഫ്റ്റർ മാത്രമേ നമ്മൾ അവരെ നോക്കത്തുള്ളൂ. എന്താ പറയാ, മുന്നേ നോക്കുന്നില്ല. ഇത് കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ അവരുടെ വ്യത്യാസം നോക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. Thus, pre-experiments differ from observational data because they based on some form of intervention. Intervention കൊടുത്ത ശേഷമാണ്. ഇന്റർവെൻഷൻ വേണം, എന്നിട്ട് അതിനുശേഷം എന്തെങ്കിലും വ്യത്യാസമാണ്, മുന്നേ വ്യത്യാസം നോക്കുന്നില്ല. One type of pre-experimental design is one-shot case study in which one group is exposed to a treatment or condition and measured afterward to see if there were any effect. കണ്ടോ, one-shot treatment. ഒരു മരുന്ന് കൊടുക്കും, അതിനുശേഷം നോക്കുകയാണെങ്കിൽ മരുന്ന് കുടിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമാണ്, മുന്നേ നോക്കില്ല, ശേഷം. അവിടെ കൺട്രോൾ ഗ്രൂപ്പ് ഇല്ല. There is no control group for comparison. An example of this would be a teacher using a new instructional method for their class. സ്മാർട്ട് ക്ലാസ് കൊണ്ടുവരികയാണ്, എന്നിട്ട് നോക്കുകയാണ് അല്ലെ. പണ്ട് സൈക്കോക്രാഷ് ഉള്ള സമയത്തൊക്കെ ഉള്ള ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടോ? ഞാനിങ്ങനെ എന്റെ നോട്ട് നോക്കി വായിക്കും, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കും. ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? പണ്ട് ഈ എന്താ പറയാ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തുള്ള ആരെങ്കിലും ഉണ്ടോ? മനുഷ്യത, വേറെ ആരെങ്കിലും ഉണ്ടോ ആ സമയത്ത്? അല്ലേ, അവിടുന്ന് ഞാൻ ഇവിടെ വരെ എത്തി അല്ലേ. ഇപ്പൊ കുറെ നമ്മള് പ്രസന്റ് ചെയ്യുന്നു, എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്. യെസ്, അതെ, ഒത്തിരി പേരുണ്ട്. ഉസ്ന, എന്റെ കുറെ ഇന്റേൺഷിപ്പിന് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ചോദിക്കാം. ഇപ്പൊ കുറച്ചുകൂടി പി ജിക്കാർക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ആണ് പ്രൊവൈഡ്. അപ്പൊ ഒരു സാധനം പരീക്ഷ ശേഷം അതിന് എത്രത്തോളം മാറ്റമുണ്ട്. ഇപ്പൊ പഴയ വീഡിയോ ഇട്ട് വേണ്ട, പ്രസന്റ് ചെയ്യുന്ന വീഡിയോ തന്നെ വേണം. അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ട് കാണാം, ഞാൻ പറയുന്നത് കേൾക്കാം അല്ലേ. അപ്പം പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ ഒരു ഇന്റർവെൻഷൻ ചെയ്ത ശേഷം ഉണ്ടാവുന്ന വ്യത്യാസം അളക്കുന്നതാണ് പ്രീ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇനി ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ക്വാസി എക്സ്പെരിമെന്റൽ അല്ലെ. എങ്ങനെയാണ് ക്വാസി? അതായത് നമുക്ക് ട്രൂ എക്സ്പെരിമെന്റ് പോലെ തന്നെയാണ്, പക്ഷെ ട്രൂ എക്സ്പെരിമെന്റ് പ്രത്യേകത എന്താണ്? അവിടെ നമുക്ക് റാൻഡം ആയിട്ട് വേണം അസൈൻമെന്റ്. ചില കേസിൽ നമുക്ക് റാൻഡം അസൈൻമെന്റ് നടക്കൂല. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ റേപ്പ് ചെയ്യപ്പെട്ടവരിലൊരു സ്റ്റഡി ഞാൻ നടത്താണ്. റാൻഡം ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റുമോ? കാസർഗോഡ് 10, കണ്ണൂർ 10 അങ്ങനെ കിട്ടൂല. കിട്ടുന്നവരെ വെച്ച് ചെയ്യാം. അതായത് നമുക്ക് മൊത്തം ട്രൂ പോലെ ആയിരിക്കില്ല, ഉള്ള സാഹചര്യം വെച്ച് ട്രൂ പോലെ ചെയ്യാം. അതാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. നോക്കിയേ, ക്വാസി എക്സ്പെരിമെന്റ്സ് allow comparison to be made in observations across time and among groups with the assumption that these groups may not be equivalent to each other. കണ്ടോ, എങ്ങനെയാണ് കമ്പാരിസൺസും ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷെ എന്താണ്, ഈക്വാലന്റ് ആയിരിക്കില്ല. ചിലപ്പോ കാസർഗോഡ് നമുക്ക് 4 പേരെ കിട്ടിയിട്ടുണ്ടാവും, കണ്ണൂരിന് 2 പേരായിരിക്കും. ഉള്ളവരെ വെച്ച് അങ്ങോട്ട് ചെയ്യാം. Quasi-experimental design has much the same component of a regular experiment. True design പോലെ തന്നെയാണ്, but is missing one or more key component. ഒന്നെങ്കിൽ റാൻഡം അസൈൻമെന്റ് നടക്കില്ല, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവില്ല, മാനിപ്പുലേഷൻ നടക്കില്ല. ഈ റേപ്പിന്റെ സ്റ്റഡി നടത്താൻ വേണ്ടി കുറച്ച് പേര് റേപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഉള്ളവർ വെച്ച് തന്നെ ചെയ്യാം. അതാണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. 3 components of traditional experiments are pre-test, post-test, treatment and control, random assignment of subject. കണ്ടോ, ഇത് 3 എണ്ണമാണ്. പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. റേപ്പിന് മുന്നേ, റേപ്പിന് ശേഷം. ഈ റേപ്പ് ചെയ്തവരെ റേപ്പിന് മുന്നേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതും നടക്കാത്ത കേസ് ഉണ്ടാവും. പിന്നെ കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും വെക്കാൻ പറ്റാത്ത കേസ് ഉണ്ടാവും. റാൻഡം അസൈൻമെന്റ്, ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒക്കെ നടക്കാൻ പറ്റാത്ത, ഇത് 3 വേണം. ട്രൂ ആണെങ്കിൽ ഇത് 3 എണ്ണം വേണം. ഇത് 3 നടക്കുന്നില്ല, ഏതെങ്കിലും 1 or 2 ഒക്കെ നടക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് ക്വാസി എക്സ്പെരിമെന്റൽ. യു മേ വാണ്ട് ടു നീഡ് ടു ഡെലിബറേറ്റ്ലി ലീവ് ഔട്ട് വൺ ഓഫ് ദീസ് കീ കമ്പോണന്റ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ദിസ് കുഡ് ബി ഫോർ എത്തിക്കൽ ഓർ മെത്തഡോളജിക്കൽ റീസൺ. അല്ലെ, എത്തിക്കൽ ആയിട്ടോ മെത്തഡോളജിക്കൽ ആയിട്ടോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കേണ്ടി വരും, പക്ഷെ നമുക്ക് സ്റ്റഡി ചെയ്യുകയും വേണം. അത്തരത്തിലുള്ളതാണ് എന്ത്, ക്വാസി എക്സ്പെരിമെന്റൽ. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തത് എന്താണ്? പ്രീ ടെസ്റ്റ് പോസ്റ്റ്. ഈ റേപ്പിന് മുന്നേ എന്നുള്ള സംഭവം നമുക്ക് നടത്താൻ പറ്റുമോ? ഇല്ല.
കൺട്രോൾ ഗ്രൂപ്പും ട്രീറ്റ്മെന്റ് ഗ്രൂപ്പും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. റാൻഡം അസൈൻമെന്റ് കണ്ടോ, ഇതിൽ നടക്കാതെ വരും ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യുകയും വേണം, എന്നാൽ ചിലത് വിട്ടുവീഴ്ച ചെയ്യുകയും വേണം. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ക്വാസി എക്സ്പെരിമെന്റൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. ഇറ്റ് വുഡ് ബി അൺഎത്തിക്കൽ ടു വിത്ത്ഹോൾഡ് ട്രീറ്റ്മെന്റ് from a control group. This is usually the case with life-threatening illness like cancer. Control group, cancer ന് ഒരു ഗ്രൂപ്പിനും നമുക്ക് കൺട്രോൾ ഗ്രൂപ്പ് ആക്കി അവർക്ക് മെഡിസിൻ കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അൺഎത്തിക്കൽ ആണ്. സോ അത് നമുക്ക് അവർക്കും കൊടുക്കേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള, അതായത് ട്രൂ എക്സ്പെരിമെന്റൽ പോലെ ചെയ്യണം, പക്ഷെ ചില വിട്ടുവീഴ്ചകളും വേണ്ടി വരും. ചില നമുക്ക് ചെയ്യാൻ എത്തിക്കൽ ആയിട്ടോ മെത്തഡോളജിക്കൽ റീസണോട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്തതാണ് ഇത് നമ്മുടെ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് റിസർച്ച് ഡിസൈൻ ആണ് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് ഡിസൈൻ. അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞ ശേഷം എക്സ്പോസ്ഡ് എക്സ് ഓർത്താതി, എക്സ് ബോയ്ഫ്രണ്ട്, എക്സ് ഗേൾഫ്രണ്ട്, കഴിഞ്ഞത്. ഇപ്പൊ കൊറോണ നടന്നു കഴിഞ്ഞു, ഇനി കൊറോണ പറ്റി സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതെന്താണ്? എക്സ്പോസ്ഡ് ഫാക്ടോ സ്റ്റഡിയാണ്. Okay, exposed factor study or after the fact research is a category of research design in which the investigation start after the fact has occurred without inference from the researcher. റിസർച്ചറിന്റെ ഒരു കൈകടത്തലും കൂടാതെ അതൊക്കെ നടന്നു കഴിഞ്ഞു, റിസർച്ചർ അതിൽ ഇൻവോൾവ് ആവാണ്ടതൊക്കെ നടന്നു കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെ പറ്റി റിസർച്ച് ചെയ്യാം. ഇപ്പൊ കൊറോണയെ പറ്റി റിസർച്ച് ചെയ്യുന്നത് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് ഡിസൈൻ ആണ്. The main characteristics of this method is that the researcher has no control over the variable. ഇപ്പൊ വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് കൊറോണയാണ്. കൊറോണയുടെ മേലെ ഇപ്പൊ നമുക്ക് കൺട്രോൾ ഉണ്ടോ? ഇല്ല. He can only report what has happened or what is happening. എന്താണ് നടക്കുന്നത്, എന്താ നടന്നെന്ന് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കൈകടത്തിലൊന്നും നടക്കില്ല. Most exposed factor research projects are used for descriptive studies ആണ്, in which the researchers seek to measure such as items. Example, frequency of shopping, preference of people or similar data. ഉണ്ടോ? ഇത് നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം, നമ്മളെ കൈകടത്തിലൊന്നും അതിലുണ്ടാവില്ല. Exposed factor studies also include attempts by researcher to discover the course even when they cannot control the variable. വേരിയബിളിന്റെ മേലെ, കൊറോണയുടെ മേലെയും ഷോപ്പിങ്ങിന്റെ മേലെ ഒന്നും കൺട്രോൾ ഇല്ല, അതൊക്കെ നടന്നു കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ അതിനെ പറ്റി പഠിക്കുകയാണ്. അതാണ് നമുക്കൊരു കൺട്രോൾ അതിന്റെ മേലില്ല, നമുക്ക് ഒരു മാനിപ്പുലേഷൻ ഒന്നും നടക്കില്ല, സ്റ്റിൽ ഹാപ്പൻ ആയിരുന്ന അല്ലെങ്കിൽ ഹാപ്പൻഡ് ആയി കഴിഞ്ഞൊരു സാധനത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് ഡിസൈൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോ റിസർച്ചിന്റെ ഫ്രീ ക്ലാസ് ഇവിടെ തീരുകയാണ്. നമ്മൾ റിസർച്ച് ഡിസൈൻ വളരെ വിശദമായിട്ട് നോക്കി. ഇനി അങ്ങോട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അനാലിസിസ് സ്റ്റാറ്റി ആണ്, നന്നായിട്ട് പഠിച്ചോളുക. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓപ്പൺ ആണ് കേട്ടോ. ഇനി ബാക്കി നമ്മൾ റെഗുലർ ക്ലാസ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഫിസിയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ റിസർച്ചിന്റെ ഫസ്റ്റ് കുറച്ച് ഭാഗം, ഇപ്പൊ 4th ചാപ്റ്ററും കോഗ്നിറ്റീവിന്റെ ഫസ്റ്റ് മോഡ്യൂൾ എടുത്തിട്ടുണ്ട്. പേഴ്സണാലിറ്റിയും അതുപോലെ ഫസ്റ്റ് മോഡ്യൂളിന് കുറച്ചുകൂടെ നമുക്ക് എടുക്കാനുള്ളത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോ റെഗുലർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. കാരണം ആരും ലെഫ്റ്റ് ആയി പോയിട്ടൊന്നുമില്ല. 37, 38, 39 ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് ഇത്രയും നേരമാണ്, ഫസ്റ്റ് മുതൽ കേട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ മടുത്തിട്ടൊന്നും ഇല്ല അല്ലേ? സന്തോഷായി. ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? ലാപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സൈക്വസ്റ്റ്. അപ്പൊ ചില കേസിൽ സ്ക്രീൻ ഷെയറിങ് നടക്കുന്നുണ്ട്, ചിലത് എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ മെക്കാനിസം. അപ്പോ നമ്മള് ബാക്കി ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമ്മൾ ബാക്കി റെഗുലർ ക്ലാസ് ആയിട്ട് എടുക്കും. വളരെ ഐപാഡിൽ കിട്ടും, ഐപാഡിൽ കിട്ടും, ലാപ്പിൽ കിട്ടില്ല. ഓക്കെ, ഈ ചാപ്റ്റർ ഞാൻ ബാക്കി റെഗുലർ ക്ലാസ് ആയിട്ട് എടുക്കും. നാളെ നമുക്ക് പേഴ്സണാലിറ്റി ഓൾറെഡി ഞാൻ രണ്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ എടുത്തു തീർക്കും. അതിനുശേഷം റിസർച്ചിന്റെ റെഗുലർ ക്ലാസ് ആയിരിക്കും. അപ്പൊ ഒരു 1-2 ഫ്രീ ക്ലാസ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് റെഗുലർ ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. നമ്മൾ വളരെ എന്താ പറയാ, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാം, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ്. എന്നാൽ എക്സാമിന് നന്നായിട്ട് എഴുതാനും പറ്റുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ഫ്രീ ക്ലാസ്സുമായി നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ ആഫ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.